അശ്വതി വിശ്വനാഥനുണ്ട് എനിക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മഴക്കാലം വന്നെത്താൻ പോവാണ്. ഇടവപ്പാതിയൊക്കെ ആരംഭിക്കാനുള്ള സമയമായി. രാവിലെ മഴയുണ്ട്, രാത്രിയും ഇടവിട്ടിടവിട്ടൊക്കെ മഴ പെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ, എങ്ങനെ പ്ലാൻ ചെയ്യണം? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈവാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അടുപ്പിച്ച് മഴയൊക്കെ ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനിയുള്ള ഒരു 5 ദിവസവും അടുപ്പിച്ച് കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രവചനം. ഇന്ന് നിലവിൽ മാപ്പ് പരിശോധിക്കുമ്പോൾ 2 ജില്ലകളിലാണ് പ്രത്യേക അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, അടുത്ത 3 മണിക്കൂറിനുള്ളിൽ 7 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഈ ശക്തമായ മഴയൊക്കെയാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രവചനം. ഈ ഒരു അവസരത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും കൂടി അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. ഈ നദിക്കരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം വേറെ എവിടേക്കെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. ഈ ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്ററുകളൊക്കെ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളല്ലേ, ഈ നിർദ്ദേശങ്ങളൊന്ന് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും 18 മുതൽ 20 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. കാരണം നിലവിൽ നാളെയും മറ്റന്നാളും പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ചിലപ്പോൾ നാളെ അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമ്മൾ ഈ മഴയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞു. ഇനി നമ്മൾ കേരളത്തിലെ ചൂട് എങ്ങനെയൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനിലയെന്നാണ് ഇനി നോക്കുന്നത്. നിലവിൽ കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് 36 ഡിഗ്രി സെൽഷ്യസ്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ശേഷം തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് 3 ജില്ലകളിലും 34 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പം ഇങ്ങനെയൊക്കെയാണ് സേതു കേരളത്തിലെ മഴയുടെയും ചൂടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ വിശേഷങ്ങളും ഇതൊക്കെയാണ്. വീണ്ടും നാളെ സ്കൈ വാച്ചുമായി കാണാം.